എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ ഈ കാണുന്നതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID, അവിടുന്ന് ഫോളോ ചെയ്തേക്കണം. ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കാണാനെന്ന് പറഞ്ഞിറങ്ങിയ ഒരു ദിവസത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. അങ്ങനെ ഞങ്ങൾ തങ്കശ്ശേരിയൊക്കെ കറങ്ങി നടന്ന് നേരെ നമ്മുടെ RP മോളിലുള്ള ട്രെൻഡ്സിലാണ് പിന്നീട് വന്നേ. അവിടെ നേട്ടന് കുറച്ച് ഷർട്ടും ടീഷർട്ടും ഒക്കെ എടുക്കാനാണ് നമ്മുടെ മെയിൻ പരിപാടി. കാരണം ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ ഒരു എറണാകുളത്തോട്ടൊരു പോക്കുണ്ട്. അപ്പം അവിടെ ഇടാനായിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞാണ് ഇറങ്ങിയത്. അപ്പം സത്യം പറഞ്ഞാൽ എറണാകുളത്ത് പോയി കേട്ടോ. അതിൻ്റെ വ്ളോഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യാം. എനിക്ക് പനിയാണ്, ഇപ്പോൾ സൗണ്ട് തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ പനി ആയതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യാൻ താമസം. ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഡയറിയായി, പിന്നെ പനിയായി. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ വ്ളോഗൊക്കെ താമസിച്ചത് കേട്ടോ. അപ്പം രണ്ടുപേരും ഒരു ഷർട്ടും ടീഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. ഷാമണ്ണ വൈറ്റും എടുത്തു, ഏട്ടൻ ഈ വൈറ്റും എടുത്തു. അപ്പോൾ ഷാമണ്ണൻ്റെ ഷർട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അതിൻ്റെ സെക്ഷനിൽ പോയി നോക്കിയപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഏട്ടനെ കൊണ്ട് അതിൻ്റെ ബ്ലാക്കും എടുപ്പിച്ചു. ഞാനെന്തോ എടുത്ത ഞാൻ പ്രൈസ് ഒന്ന് നോക്കട്ടെ. അങ്ങനെ നമ്മൾ ആ ഷർട്ട് എടുത്തു. പക്ഷെ അത് അപ്പു ഇസ്കി കേട്ടോ, ഏട്ടൻ അനിയനാണ് അപ്പു അത് ഇസ്കിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എനിക്ക് ടീഷർട്ട് നോക്കി. എനിക്ക് ഓവർ സൈസ്ഡ് ആയിട്ടുള്ളൊരു വൈറ്റ് ടീഷർട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും ഏട്ടനത് കണ്ടുപിടിച്ചെടുത്തു കേട്ടോ. ഏട്ടനാണ് എനിക്ക് കണ്ടുപിടിച്ച് തന്നെ. ഈ കാണുന്ന ടീഷർട്ടാണ് ഞാൻ എടുത്തത്. എനിക്ക് ഇച്ചിരി വണ്ണം ഉണ്ടായിട്ട് ഞാൻ ഓവർ സൈസ്ഡ് ടീഷർട്ട് മാത്രമേ എടുത്തോളൂ. ഇതൊക്കെ ഭയങ്കര ഫിറ്റായിരുന്നു, ഒന്നും എടുത്തൊന്നുമില്ല കേട്ടോ, ചുമ്മാ നിട്ട് നോക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ? കാരണം എൻ്റെ വായിൽ വിക്സ് മിഠായി കിടപ്പുണ്ട്. കാരണം ഭയങ്കര ചുമ. പനി വന്നവർക്കാണെങ്കിൽ ഇപ്പോൾ അറിയാം. ഇപ്പോഴാണെങ്കിൽ ചൂടും വെയിലും ഒക്കെ ആയിട്ട് പനിയുടെ സീസണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് പനിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് മുട്ടം പനിയടച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ കൊല്ലത്തെ സുഡിയോയുടെ അടുത്തുള്ള മന്തി മനസ്സിലോട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവമേ, എനിക്ക് അൽഫാം മന്തി കഴിക്കാൻ ഞാൻ ഇത്രയും കൊതിച്ച് കയറിയൊരു ദിവസം ഇല്ലെന്ന് പറയാം. കുറേ നാൾക്ക് ശേഷം അൽഫാം മന്തി കഴിക്കാമെന്ന് കരുതി ചെന്നൈയാണ്. പക്ഷേ ഞാൻ കൈ കഴുകാൻ പോയ സമയത്ത് അവർ സാധനമൊക്കെ ഓർഡർ ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ ഇപ്പം വരും അൽഫാം മന്തി എന്ന് പറഞ്ഞ് കോത്തിരുന്നപ്പം വന്നത് മറ്റേ സാധനമായിരുന്നു. ഈ കാണുന്ന സാധനം നമ്മുടെ നോർമൽ മന്തി ഇല്ലേ, എനിക്കിത് ജീവിതത്തിൽ കണ്ടുകൂടാ. മന്തി ഫാൻസിനോടല്ല ഞാൻ ഈ പറയുന്നത്, ഇവിടുത്തെ മന്തി കൊള്ളത്തില്ലെന്നുമല്ല, എനിക്ക് പേഴ്സണലി ഈ സാധനം ഇഷ്ടമല്ല. അങ്ങനെ അൽഫാം മന്തി അവിടെ തീർന്നു പോയെന്നോ എന്തൊക്കെയോ പറഞ്ഞു, ഈ ഫുഡിന് തിരിച്ചെടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗതി കെട്ട് കഷ്ടപ്പെട്ട് എന്തൊക്കെയോ കൊത്തിപ്പറക്കി ഞാൻ തിന്നു. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയിട്ട് ജനറേറ്റർ അങ്ങനെയൊന്നും പെട്ടെന്ന് ഓണാക്കി ഒന്നുമല്ല. എത്ര നേരം അവിടെ ഇരുന്നെന്നറിയാമോ? ആൾക്കാരൊക്കെ പിന്നെ ടോർച്ചൊക്കെ അടിച്ചൊക്കെ ആയിരുന്നു ഇരുന്നത്. ഫാമിലി ആയിട്ട് വന്നവരൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊച്ചിനെയൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഷോക്കായിപ്പോയി എനിക്ക് ആ കടയിലെ എക്സ്പീരിയൻസ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ കയറിയപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അൽഫാം മന്തി ഉണ്ടോയെന്ന്. ആ സമയത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞ്, പക്ഷേ ഓർഡർ ചെയ്ത പേര് തീർന്നു പോയോന്ന് അറിയത്തില്ല. സാധാരണ ഞാൻ ഏത് കടയിൽ കയറിയാലും അങ്ങനെ. കാരണം ഞാനിപ്പോൾ ബിരിയാണി കഴിക്കുമ്പോഴും എനിക്ക് ബസ്മതി റൈസ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കടയിൽ കയറുമ്പം എന്താണ് കൈമ റൈസ് ആണെന്നൊക്കെ ചോദിച്ചിട്ടേ ഞാൻ കയറത്തുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് ആഹാരം മേടിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് വേണ്ടേ കഴിക്കാൻ, അങ്ങനെ ഒരു കോൺസെപ്റ്റുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടേ കയറത്തുള്ളൂ. അങ്ങനെ എന്തായാലും ഇതെനിക്ക് ഒരു അട്ടർ ഫ്ലോപ്പ് എക്സ്പീരിയൻസ് ആയി. അന്ന് പിന്നെ ദീപാവലി ദിവസമായിരുന്നു. അവിടെ ഫുഡോ പൊട്ടിപ്പോയി, എന്നാൽ കുറച്ച് പടക്കോടെ പൊട്ടിക്കാമെന്ന് കരുതി അങ്ങനെ പടക്കമൊക്കെ മേടിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദീപാവലിക്ക് എടുത്ത വ്ളോഗാണല്ലേ ഇതെന്ന്. അതെ, അത്രയും താമസം ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ പനിയാണെന്ന്, പിന്നെ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? അങ്ങനെ നമ്മൾ കുണ്ട്ര വന്നിട്ട് കുറേ പടക്കമൊക്കെ മേടിച്ച് വീട്ടിൽ പോയി. എനിക്ക് എന്നാലും അന്നത്തെ വിഷമം അങ്ങോട്ട് മാറുന്നില്ല. ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോഴേ അൽഫാം മന്തി കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഫ്ലോപ്പായി പോയില്ലേ, വിഷമം വരാതിരിക്കുമോ? അങ്ങനെ ഞങ്ങൾ അന്ന് വീട്ടിലോട്ട് ചെന്നു. വീട്ടിൽ ചെന്നിട്ട് പടക്കമൊക്കെ പൊട്ടിക്കാന്ന് കരുതിയപ്പം വീട്ടിൽ ആരൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആരെയും നോക്കിയില്ല, പടക്കം എല്ലാം പറക്കി ഞാൻ വെളിയിലിറങ്ങി. ഞാൻ തന്നെ അങ്ങ് ചില്ല് ചെയ്യാൻ തുടങ്ങി. ഇപ്പുറത്തുള്ളവരെയൊക്കെ നോക്കി ചിരിച്ച് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ട്. അപ്പം നടരെഴുതി കാണും എനിക്ക് പ്രാന്തായെന്ന്. അതല്ല, ഇനി വീട്ടിലുള്ള എല്ലായിടത്തിനും ഞാൻ തന്നെ വിളിച്ച് പുറത്തിറക്കണം. എല്ലാരും വാങ്ങോട്ട്.
ഹാപ്പി ദീപാവലി. ആരും വരുന്നില്ലേ? ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ നിൽക്കുന്നത്. ഞാൻ വിളിച്ചിട്ട് ഞാൻ വരുന്നില്ല. അപ്പൊ അന്ന് വൈകിട്ട് കോട്ടയത്ത് നിന്ന് അപ്പു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനിങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് മുക്കിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഏട്ടനും അപ്പം അപ്പുവിനെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് പടക്കം പൊട്ടിക്കാൻ കരുതി ഇറങ്ങിയത്. കാരണം വിളിച്ചിട്ട് വരുന്നില്ല. അങ്ങനെ ഞാൻ അങ്ങോട്ട് തുടക്കം വെച്ച ഉടനെ അവർ എല്ലാവരും വന്ന്, അപ്പുവിൻ്റെ കൂട്ടുകാരും ഒക്കെ വന്ന് അങ്ങനെ ഞങ്ങളെ മേടിച്ച പടക്കം എല്ലാവരും കൂടെ പൊട്ടിച്ചേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നല്ല സന്തോഷമല്ലേ. സാധാരണ അപ്പു അങ്ങ് കോട്ടയത്ത് കോളേജിൽ പോയി കഴിഞ്ഞ് ഏട്ടനും ജോലിക്കും അമ്മയും ജോലിക്കും ഒക്കെ പോയി കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുമ്പോൾ എന്തൊരു സങ്കടമാണെന്നറിയോ, ഭയങ്കര ബോറടിയാണ്. എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് സന്തോഷമാണെന്നറിയാം വീട്ടിൽ. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്തേക്കണേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.